എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 58 ഇന്ന് ആരംഭിക്കണം. ഈ 58-ാമത്തെ അധ്യായത്തില് ശ്രീകൃഷ്ണൻ കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്ന് 5 കന്യകമാരെ വിവാഹം ചെയ്ത കഥ പ്രസ്താവിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ കാളിന്തി ദർശനത്തിനുണ്ടായ കാരണമാണ് ആദ്യം പറയണത്. ഒരിക്കൽ ഭഗവാൻ പാണ്ഡവ പ്രീതിക്കായി ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം അർജുനോടുകൂടി നായാട്ടിന് പോയി. യമുനാ നദിയുടെ തീരത്ത് വിശ്രമിക്കുമ്പോൾ പുഴവക്കത്ത് ഒരു സ്ത്രീ നിൽക്കണത് കണ്ടു. ആരാണ്, എന്തിനാ ഇവിടെ നിൽക്കണത് എന്നൊക്കെ അർജുനൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സൂര്യപുത്രിയായിട്ടുള്ള കാളിന്തിയാണ് ഞാൻ. മഹാവിഷ്ണു ഭർത്താവായി വരണമെന്ന് സങ്കല്പിച്ച് ഇവിടെ തപസ് ചെയ്യാണ്. സാക്ഷാൽ വിഷ്ണു ഭഗവാനായ ശ്രീകൃഷ്ണൻ എന്നെ പ്രസാദിക്കണേ. അർജുനൻ ഭഗവാനോട് ചെന്ന് വിവരം പറഞ്ഞു. ഭഗവാൻ കാളിന്തിയെ തേരിൽ കയറ്റി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. അങ്ങനെ കാണ്ഡവദാഹം തുടങ്ങിയ അത്ഭുത ലീലകൾക്ക് ശേഷം ദ്വാരകയിലെത്തി ശുഭമുഹൂർത്തത്തില് കാളിന്തിയെ വിവാഹം ചെയ്തു. അവന്തി രാജാവിന്റെയും പിതൃ സഹോദരിയുടെയും പുത്രിയായ മിത്രവിന്ദയെ രാജസഭയിൽ വെച്ച് സകല രാജാക്കന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് ദ്വാരകയിൽ കൊണ്ടുവന്ന് യഥാവിധി വിവാഹം കഴിച്ചു. കോസല രാജാവായ നഗ്നജിത്തിന്റെ മകളായിരുന്നു സത്യ. അതിശക്തന്മാരായ 7 കാളകളെ ഒരേ സമയത്ത് പിടിച്ചു കെട്ടുന്നവർക്ക് മാത്രമേ തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് മഹാരാജാവ് വിളംബരം ചെയ്തിരുന്നു. അനവധി രാജാക്കന്മാര് കല്യാണത്തിന് മോഹിച്ച് കാളകളുടെ കുത്തുകൊണ്ട് ചത്തുപോയി. ഭഗവാൻ കോസല രാജധാനിയിലെത്തി. മഹാരാജാവ് ഭഗവാനെ പൂജിച്ച് വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ 7 കാളകളെയും മൂക്കുകയറഴിച്ച് തുറന്നു വിട്ടു. ഭഗവാൻ ഒരേ സമയത്ത് 7 സ്വരൂപം എടുത്ത് 7 കാളകളെയും നിഷ്പ്രയാസം പിടിച്ചു കെട്ടി. സന്തുഷ്ടനായ നഗ്നജിത്ത് തന്റെ മകളെ വിധിയാംവണ്ണം വിവാഹം ചെയ്തു കൊടുത്തു ഭഗവാന്. സ്ത്രീധനായിട്ട് വളരെയധികം ധനവും ദാസീദാസന്മാരെയും ആഭരണ വസ്ത്രാദികളെയും ഒക്കെ ഭഗവാന് സമ്മാനിച്ച് സന്തോഷിപ്പിച്ചു. എല്ലാം സ്വീകരിച്ചു ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടപ്പോ അസൂയമൂത്ത രാജാക്കന്മാര് സൈന്യസമേതം ഭഗവാനോട് യുദ്ധത്തിന് വന്നു. ഭഗവത് പ്രീതിക്കായി അർജുനൻ അവരെ എല്ലാം തോൽപ്പിച്ചോടിച്ചു. ഭഗവാൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, അർജുനൻ തന്നെ അവരെയൊക്കെ തോൽപ്പിച്ചോടിച്ചു. അങ്ങനെ ഭഗവാൻ സുഖമായിട്ട് ദ്വാരകയിലെത്തി മഹാലക്ഷ്മിമാരോടുകൂടി ശോഭിച്ചു. കേകയ രാജാവിന്റെയും തന്റെ പിതൃ സഹോദരിയുടെയും മകളായ ഭദ്ര എന്ന കന്യകയെയും പിന്നെ ഭഗവാൻ വിവാഹം കഴിച്ചു. മദ്ര രാജാവിന്റെ മകളായ ലക്ഷ്മണയെ സ്വയംവര മണ്ഡപത്തിൽ നിന്നും ഗരുഡൻ ദേവന്മാരെ ജയിച്ച് അമൃതകുംഭം എങ്ങനെയാ കരസ്ഥമാക്കിയത്, അതുപോലെ സകല രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ദ്വാരകയിൽ കൊണ്ടുവന്ന് പാണിഗ്രഹണം ചെയ്തു. അങ്ങനെയുള്ള ഈ 8 പേരാണ് ഭഗവത് പത്നിമാരിൽ അതിപ്രധാനികൾ. അതാണ് അഷ്ടപത്നിമാര് ഭഗവാന്റെ. പിന്നീട് ഒരിക്കല് നരകാസുരനെ നിഗ്രഹിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന 16,100 രാജകന്യമാരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചു. ഇങ്ങനെയാണ് ഭഗവാന്റെ 16,108 കല്യാണങ്ങൾ ശ്രീ ശുഖബ്രഹ്മർഷി വിസ്തരിക്കുന്നുണ്ട്. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ അഷ്ടപഞ്ചാശത്തമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽ
പരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമ ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യുയുധാനാദിവൃത. ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാരെ കാണാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ഈ അരക്കില്ലം ദഹിച്ച സമയത്ത് അതിന്റെ ഉള്ളില് പാണ്ഡവന്മാരും കിടന്ന് ദഹിച്ചു പോയെന്നാണല്ലോ സകല ജനങ്ങളും വിശ്വസിച്ചിരിക്കുന്നത്. ആ സമയത്താണ് പാഞ്ചാലി സ്വയംവര അവസരത്തില് പാണ്ഡവന്മാരെ മരിച്ചവരെ എഴുന്നേറ്റ് വന്നതുപോലെ ആശ്ചര്യത്തോടെ സകല ജനങ്ങളും ബന്ധുമിത്രാദികളും ചെന്ന് കാണുന്നു. അങ്ങനെയുള്ള ആ സമയത്താണ് ശ്രീകൃഷ്ണ ഭഗവാനും പാണ്ഡവന്മാരെ കാണാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയത്. പാണ്ഡവ പക്ഷപാതിയായ സാത്വികി മുതലായ ചില അകമ്പടിക്കാരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ദൃഷ്ട്വാദമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപദവീരാ പ്രാണാ മുഖ്യമിവാഗതം. ദർശനമാത്രത്താൽ സകല സന്താപങ്ങളും നശിപ്പിച്ച് പരമാനന്ദം നൽകുന്ന സർവേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗൃഹത്തിൽ വന്നത് കണ്ട ഉടനെ ശൂരന്മാരായ കുന്തിപുത്രന്മാര് ഒരേ സമയത്തിൽ 5 പേരും അങ്ങോട്ട് എണീറ്റു. ഈ സമയത്ത് ശ്രീകൃഷ്ണ ദർശനം അങ്ങോട്ട് ഉണ്ടായില്ലേ. അവർക്ക് പാണ്ഡവന്മാരെ അതേവരെ അങ്ങനെ എല്ലാം കൊണ്ടും അവരെ അങ്ങനെ പലതരത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ദുര്യോധനാദികള്. മനസ്സിങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു. ഭഗവാനെ അങ്ങോട്ട് കണ്ടില്ലേ, അവരുടെ സകല തളർച്ചയും അങ്ങോട്ട് തീർന്നു. ഒരു പുതിയ ശക്തി കിട്ടിയ പോലെയായി അവർക്ക്. ഇന്ദ്രിയങ്ങളെ അതതു വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന മുഖ്യ പ്രാണനായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാണ മുഖ്യമിവാഗതം. പാണ്ഡവന്മാരെ പഞ്ചേന്ദ്രിയങ്ങളായിട്ട് കൽപ്പിച്ച് സാദൃശ്യത്തെ കാണിക്കുകയാണ്. ഈ പഞ്ചവൃത്തിയെ നടത്തുന്ന മുഖ്യ പ്രാണൻ അടങ്ങിയിരിക്കുന്ന മോഹാലസ്യം തെളിഞ്ഞ് അതത് ഇന്ദ്രിയ വ്യാപാരങ്ങൾ നടത്തിക്കാൻ ഒരുങ്ങുന്ന അവസരത്തില് അതുവരെ നഷ്ടപ്രായങ്ങളായിരുന്ന പഞ്ചേന്ദ്രിയങ്ങള് ഒരേ സമയത്തിൽ ഉണരുന്നത് പോലെ ആ കൃഷ്ണദർശന സമയത്ത് പാർത്ഥന്മാർ എഴുന്നേറ്റു. പരിഷ്യജ്യാച്യുതം വീരാ അംഗസംഗഹതേന സാനുരാഗസ്മിതം വക്രം വീക്ഷ്യതസ്യമുദം യയു. വീരന്മാരായിട്ടുള്ള പാണ്ഡവന്മാര് ശ്രീകൃഷ്ണനെ കണ്ട ഉടനെ ഓടിച്ചെന്നങ്ങോട്ട് ആലിംഗനം ചെയ്തു. എല്ലാവരും ആനന്ദാശ്രു പൊഴിക്കാൻ തുടങ്ങി. ഭഗവാന്റെ ദേഹസ്പർശം നിമിത്തം അതുവരെ കാണാതിരുന്നത് കൊണ്ടുണ്ടായിരുന്ന ആ സന്താപമൊക്കെ അങ്ങോട്ട് നശിച്ചു. അവരുടെ തങ്ങളെ കുറിച്ചുള്ള പ്രത്യേക സ്നേഹാതിശയത്തെ സൂചിപ്പിക്കുന്ന ആ മന്ദഹാസത്താൽ അധികം പ്രകാശിക്കുന്ന ശ്രീകൃഷ്ണ മുഖാരവിന്ദം കണ്ട് അവര് പരമാനന്ദഭരിതരായിട്ട് കഴിച്ചു എന്നാണ് പറയുന്നത്. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാഥ യമാഭ്യാം ചാഭിവന്ദിത. ധർമ്മോത്തരനും ഭീമനും ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠന്മാരാണ്. അപ്പൊ ലോകരീതി അനുസരിച്ച് അവരുടെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു ഭഗവാൻ. സമവയസ്കനായ അർജുനനെ ആലിംഗനം ചെയ്തു. നകുലനും സഹദേവനും ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പരമാസനാസീനം കൃഷ്ണ കൃഷ്ണമനിന്ദിത നവോഢാവ്രീഡിത കിഞ്ചിൽ ഛനൈരേത്യാഭ്യവന്ദത. ഇങ്ങനെ എല്ലാവരും ആചാരോപചാരങ്ങൾ ചെയ്ത ശേഷം അല്പം ലജ്ജയോടെ പാഞ്ചാലി വന്ന് കൃഷ്ണനെ നമസ്കരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് അധികം ദിവസമൊന്നും കഴിഞ്ഞിട്ടില്ല പാഞ്ചാലി സ്വയംവരം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കുറച്ച് ലജ്ജ ഉണ്ടാവുമല്ലോ. ലോകസമ്പ്രദായത്തിന് വിരോധമായ രീതിയിൽ 5 പേരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് നിന്ദയാണ് പാഞ്ചാലി എന്ന ശങ്കയുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിന്ദിത പതിവ്രത എന്നൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നവോഢാ വ്രീഡിത കൃഷ്ണ കൃഷ്ണം അനിന്ദിത പതിവ്രതയാണെന്ന്. ശ്രീകൃഷ്ണൻ വരുന്ന അവസരത്തില് അദ്ദേഹത്തിന് മാത്രം ഇരിക്കാനായി ഒരു ആസനമാണ് അവർ കൊടുത്തത്, ആ സിംഹാസനം. അതാണ്
രാജാസനത്തെക്കാൾ ഉയർന്നതും ഉത്കൃഷ്ടവും രമണീയവുമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പരമാസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജസിംഹാസനത്തിനേക്കാളും ഉയർന്ന തരത്തിലുള്ള ഉത്കൃഷ്ടമായ ഒരു ആസനമാണ് അവര് ഭഗവാനായിട്ട് കൊടുത്തത്. തഥൈവ സാത്വികി പാർത്ഥൈഃ പൂജിതശ്ചാഭിവന്ദിത നിശസാദാസനേന്യേ ച പൂജിത പര്യുപാസത. ശ്രീകൃഷ്ണനെ പൂജിച്ചതുപോലെ തന്നെ പാണ്ഡവന്മാര് സാത്വികയെയും പൂജിച്ചു. എന്നിട്ട് ഒരു പീഠത്തിൽ ഇരുത്തി കൂടെ വന്നിരിക്കുന്ന മറ്റ് യാദവന്മാരെയും എല്ലാവരെയും സൽക്കരിച്ച് അവരെല്ലാം ശ്രീകൃഷ്ണന്റെ ചുറ്റും നിന്ന് സേവിച്ചു. പൃഥാം സമാഗത്യ കൃതാഭിവാദന തയാധികാർദ്രാർദ്രദൃശാഭിരംഭിത ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിപൃഷ്ടബാന്ധവ. അതിനുശേഷം അന്തഃപുരത്തിൽ പ്രവേശിച്ച് കുന്തിദേവിയെ നമസ്കരിച്ചു ഭഗവാൻ. ആ കൃഷ്ണനെ അങ്ങോട്ട് കണ്ടല്ലേ, ആ സന്തോഷം കൊണ്ട് ആനന്ദാശ്രുപരിപ്ലുതയായ കുന്തി പുത്രതുല്യനായ കൃഷ്ണനെ അരികത്തണച്ച് ആലിംഗനം ചെയ്തു. തന്റെ സഹോദരനായ വസുദേവന്റെയും മറ്റു ബന്ധുക്കളുടെയും സൗഖ്യത്തെക്കുറിച്ച് കൃഷ്ണനോട് ചോദിച്ചു. പാഞ്ചാലിയും കുന്തിയുടെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കൃഷ്ണൻ കുന്തി ദേവിയോടും കുശല പ്രശ്നം ചെയ്തു. തമാക പ്രേമ വൈക്ലഭ്യ രുദ്ധകണ്ഠാശ്രുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായ ആത്മദർശനം. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ആ പരമപ്രസരണത്തിന്റെ ലക്ഷണമായിട്ട് കണ്ണിലിങ്ങനെ വെള്ളം നിറഞ്ഞു കുന്തി ദേവിയുടെ. വാക്കുകള് ഇടറിത്തുടങ്ങി. ഇതുവരെ അനുഭവിച്ച മഹാദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് ഓർത്തു. ഇപ്പൊ കൃഷ്ണദർശനം സിദ്ധിച്ചതുകൊണ്ട് ആ ദുഃഖത്തിന്റെ അവസാനമായി എന്ന് നിശ്ചയിച്ചിട്ട് ഇങ്ങനെ കൃഷ്ണനോട് പറയുകയാണ് കുന്തി ദേവിക്ക്. ഇനി ഭഗവാനെ അങ്ങോട്ട് അടുത്ത് കണ്ടപ്പോ എന്തൊക്കെ ക്ലേശങ്ങളാ കുന്തി ദേവി അനുഭവിച്ചതല്ലേ, ഇനി അതിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ ഭഗവാനെ അങ്ങോട്ട് കണ്ടപ്പോ ദുഃഖത്തിന്റെ അവസാനമായി തന്നെയാണ് കുന്തി ദേവിക്ക് തോന്നിയത്. തദൈവ കുശലം നോഭൂത് സനാഥാസ്തേ കൃതാവയം ജ്ഞാതീന്ന സ്മരതാ കൃഷ്ണ ആദാമേ പ്രേഷിതസ്ത്വയാ. ഹേ കൃഷ്ണ, ബന്ധുക്കളായ ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കണമെന്ന വിചാരം കൊണ്ടാണോ നീ എന്റെ സഹോദരനായ അക്രൂരനെ എപ്പോ അയച്ചുവോ അപ്പൊ തന്നെ ഞങ്ങൾക്ക് സൗഖ്യമായി. അക്രൂരനെ അങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ, അപ്പൊ ഞങ്ങൾക്ക് സമാധാനമായി കൃഷ്ണ. അന്ന് മുതൽക്ക് ഒരു നാഥനുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. നദേസ്തി സ്വപരഭ്രാന്തി വിശ്വസ്യ സുഹൃദാത്മന തഥാപി സ്മരതാം ശശ്വത് ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിത. ബന്ധുക്കളായ ഞങ്ങളെ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശ്രീകൃഷ്ണന് ശരിക്കും ബന്ധുവായിട്ട് മാത്രമല്ല കുന്തിദേവി കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്തുതിക്കുകയാണ്. ഹേ കൃഷ്ണ, നീ സകല ജനങ്ങളുടെയും സുഹൃത്തും ആത്മാവുമായിരിക്കുന്നവനായാൽ നിനക്ക് സ്വകീയം പരകീയം എന്നുള്ള വിചാരമൊന്നുമില്ല. സ്വന്തമെന്നോ എന്റേന്നോ നിന്റേന്നോ അങ്ങനെയൊന്നും വിചാരം ഇല്ല. എങ്കിലും നിന്നെ ആര് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരുടെ മനോദുഃഖങ്ങളെ നിശേഷം സംഹരിക്കുന്നത് നിന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടെന്നാൽ നീ അവരുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നവനാണ്. സൂര്യൻ പ്രകാശിക്കുന്ന സമയത്തില് അന്ധകാരം ഉണ്ടാവാൻ പാടില്ലാത്തതുപോലെ നിന്റെ സ്മൃതിയുള്ളവരുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ടാവാൻ നീ സമ്മതിക്കില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.